നമ്മളെല്ലാവരും സ്കൂളിൽ ഉണ്ടാവാറുള്ള എക്സാമുകൾ സാധാരണ നടക്കുന്ന ക്ലാസ് ടെസ്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ പല ടേമുകളിൽ വരുന്ന എക്സാം, ഫൈനൽ എക്സാം, ഇതെല്ലാവരും എഴുതാറുണ്ട് അല്ലേ? കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും എക്സാം എഴുതും. അതിൽ കുറേ ആളുകൾക്കൊക്കെ A+, എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾക്ക് ഗ്രേഡുകളും കിട്ടും. പക്ഷേ സത്യത്തിൽ നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിൽ തന്നെ പല സബ്ജക്റ്റുകളിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ഇനി പാരൻസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ ബാക്കി സബ്ജക്റ്റുകളിൽ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയകളിലൊക്കെ ഒരു സ്കില്ല് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ സ്കില്ലുകൾ ടെസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് ഏജൻസികളും മറ്റ് പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത്തരത്തിലുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാനും അവർക്ക് സ്കോളർഷിപ്പുകൾ, ഗിഫ്റ്റുകൾ, മറ്റനേകം അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സാമുകൾ, ചാമ്പ്യൻഷിപ്പുകൾ, മറ്റ് പല ആക്ടിവിറ്റീസ് എല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കൂളിലുള്ള എക്സാമുകൾ എല്ലാവരും എഴുതും. ഞാനീ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും സബ്ജക്റ്റുകൾ എക്സ്ട്രാ ടാലൻ്റ് ഉള്ളവരും അല്ലെങ്കിൽ അതിൽ കുറച്ച് വീക്കായി നിൽക്കുന്നവരും ആവറേജായി നിൽക്കുന്നവരും എല്ലാവരും സ്കൂളിലെ എക്സാമുകൾ എഴുതും. പക്ഷേ നിങ്ങളുടെ ടാലൻറ്റുകൾ പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സ്കില്ലുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി സ്കൂളിലുള്ള ഈ എക്സാമുകളല്ല. കാരണം അതൊരു കോമൺ ആയിട്ട് എല്ലാവരും ടെസ്റ്റ് ചെയ്യാനുള്ള, ജനറലായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങളുടെ ടാലൻറ്റ് പ്യുവറായിട്ട് എത്രമാത്രം ഉണ്ട് എന്ന് ഷോക്കേസ് ചെയ്യപ്പെടണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എസ്പെഷ്യലി പാരൻസും ടീച്ചേഴ്സും അത്തരത്തിലുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് അവരുടെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, എക്സാം ബൈ ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ ഓരോ ക്ലാസ്സുകാർക്കും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് നമ്മൾ നിരന്തരം പറയാറുണ്ട്. ഇപ്പോൾ USS, NMMS, LSS പോലെയുള്ള മത്സര പരീക്ഷകൾ അത് ഒരു പൊതുവെ എല്ലാ സ്കൂളുകളിലും ടീച്ചേഴ്സിന് അറിയുന്ന കാര്യമാണ്. അതിനുള്ള ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അതിനും അപ്പുറത്തേക്ക് ISRO പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് 2 ആഴ്ച സ്പെൻഡ് ചെയ്യാനുള്ള ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി പോലെയുള്ള ക്യാമ്പുകൾ പോലെയുള്ള ഓപ്പർച്യൂണിറ്റികൾ, അതുപോലെ തന്നെ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും കണ്ടക്ട് ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, കൂടാതെ പല ഒളിമ്പിയാഡ് എക്സാമുകൾ, നമ്മുടെ രാജ്യത്തിന് തന്നെ റെപ്രസെൻ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പോകാൻ പറ്റുന്ന അവസരങ്ങൾ, ഇത്തരത്തിലുള്ള യുണീക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ പറയാറുണ്ട്. അത് കേട്ടിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാറും അവരതിൽ ക്വാളിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് ഇത്തരം അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് അവരെ അറിയിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോഴേ അവരുടെ ടാലൻറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ എനിക്കിവിടെ കാണിച്ചു തരാം. ന്യൂ മാത്സ് എക്സാം എന്നുള്ളത് നർച്ചറിങ് മാത്തമാറ്റിക്കൽ ടാലൻറ്റ് ഇൻ സ്കൂൾസ് കണ്ടക്റ്റഡ് ബൈ SCERT കേരളയാണ്. ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന മാത്തമാറ്റിക്സിൽ സ്കിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് അവർക്ക് മാത്തമാറ്റിക്സ് ഫീൽഡിൽ നിന്നും മറ്റ് പല ഫീൽഡുകളിൽ നിന്നും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ സെഷൻസും മറ്റുമൊക്കെ കൊടുത്ത് അവരെ ബൂസ്റ്റ് ചെയ്യുക, അവരുടെ സ്കില്ലുകളെ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് ന്യൂ മാത്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ആ എക്സാമിൽ ക്വാളിഫൈ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു എക്സാം പണ്ട് അധികമാരും അറിയാതെ കുറച്ച് സ്കൂളിലുള്ള സ്റ്റുഡൻസ് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നൊരു പ്രോഗ്രാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം നമ്മളതിന് വളരെ വലിയ പ്രചാരം നൽകി മാത്തമാറ്റിക്സിന് ഇഷ്ടമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിലോട്ടുള്ള ഒരു അവസരം കിട്ടണം എന്നുള്ള രീതിയിൽ അതിന് ഫ്രീ കോച്ചിങ് കൊടുത്ത് അത്രമാത്രം ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ എക്സാം വൈലുള്ളതും ഇല്ലാത്തതുമായുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആ എക്സാം അറ്റൻഡ് ചെയ്തു. അതിൽ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള എക്സാം ബൈ ലേണിങ്ങിൻ്റെ യുണീക്ക് കോഴ്സായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സിലുള്ള വിദ്യാർത്ഥികൾ അത് ക്വാളിഫൈ ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അബ്ദുൽ ഖാലിഖ് ഉണ്ട്, അതുപോലെ തന്നെ മാഹിൻ രൂപേഷ് ഉണ്ട്, ദെൻ ഋത്തിക ഡി രാജ് ഉണ്ട്, നിരഞ്ജൻ DR. ഇവരെല്ലാവരും വിവിധ സ്കൂളുകൾ, നിങ്ങൾക്ക് കാണാൻ പറ്റും, വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നവരാണ്. എല്ലാവരും ഒരുമിച്ചിട്ടുള്ളത് നമ്മുടെ എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ന്യൂ മാത്സ് പോലെയുള്ള ഗവൺമെൻറ് നടത്തുന്ന എക്സാമിൽ സ്റ്റേറ്റ് ലെവൽ വിന്നേഴ്സായിട്ട് മാറാൻ എന്തുകൊണ്ട് പറ്റിയെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ: അവരുടെ ഉള്ളിലുള്ള സ്കില്ലിനെ നമ്മൾ എൻഹാൻസ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാ വിദ്യാർത്ഥികളുടെ ഉള്ളിലും അവരുടേതായിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. പലപ്പോഴും അത് പുറത്ത് അറിയാത്തതും അല്ലെങ്കിൽ അത് ഷോക്കേസ് ചെയ്യപ്പെടാത്തതും അത് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കാത്തതുകൊണ്ടാണ്. അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളും അല്ലെങ്കിൽ പാരൻസുമായിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ടുള്ള ആളുകൾ അതിനുള്ള അവസരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതെല്ലാം പുറത്തു വരുമായിരുന്നു. അവർക്ക് അതിനേക്കാളും വലിയ അവസരങ്ങളിലോട്ടുള്ള കൂടുതൽ എനർജി അതിൽ നിന്ന് കിട്ടുമായിരുന്നു.
ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ഗവൺമെൻറ്റിന് ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ആ സ്കില്ലിനെ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ള. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിലോട്ടാണ് ആക്ച്വലി നമ്മൾ നമ്മുടെ മക്കളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കേണ്ടത്. കാരണം സ്കൂളിലുള്ള എക്സാം എല്ലാവരും എഴുതുന്നതാണ്, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എക്സാം. അതിലൊരു ആവറേജ് ലെവലിൽ എബോ ആവറേജ് ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അതൊരു കോമൺ ആയിട്ട് നടത്തുന്ന എക്സാമാണ്. അതിനും അപ്പുറത്തേക്ക് അവർക്കൊരു ബ്രൈറ്റർ ഫ്യൂച്ചർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അവരുടെ സ്കില്ലുകൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യുണീക്ക് ഓപ്പർച്യൂണിറ്റീസിലൂടെ അവർ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഭാവിയിൽ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഒരാൾ പറഞ്ഞു കൊടുത്ത് ആ വഴിയെ നടത്തുന്നതിന് പകരം അവർ തന്നെ അവരുടെ വഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുക. അതാണ് നമ്മൾ കരിയറിൽ ചെയ്യേണ്ടത്. ഇത് ഈ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞു കൊടുക്കാതെ, ഡോക്ടറായി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസരങ്ങൾ, എഞ്ചിനീയറായി കഴിഞ്ഞാൽ ഇതൊക്കെയുണ്ട്, ഒരു സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ ഇങ്ങനെ പോകണം എന്നുള്ള രീതിയിൽ എല്ലാ ഫീൽഡിനെ കുറിച്ചും ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് എല്ലാ ഫീൽഡുകളിലോട്ടും പോകാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കോൺസെപ്ച്വൽ ബേസ് സ്ട്രോങ് ആക്കി, അവരുടെ ഫൗണ്ടേഷൻ ലെവൽ സ്ട്രോങ് ആക്കി കൊണ്ടുപോകുന്ന നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെയും അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ കുട്ടികളെ അവരുടെ മുന്നോട്ടുള്ള വഴിയിൽ, അവരുടെ ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിലൊക്കെ പോയിക്കൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എക്സാം വൈ ലേണിംഗ് എന്തുകൊണ്ട് ഒരു JEE നീറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് JEE എക്സാമിനും നീറ്റ് എക്സാമിനും വേണ്ടി മാത്രം എന്നുള്ളതല്ല. അവർ ഇനി ഭാവിയിൽ എഴുതാൻ പോകുന്ന ഏതൊരു എക്സാമിനും അവർക്ക് അവരുടെ മാത്തമാറ്റിക്കൽ ബേസ്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ, ലോജിക്കൽ റീസണിങ് സ്കില്ലുകൾ, ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് എന്തുകൊണ്ടൊരു ട്യൂഷൻ പകരം ഫൗണ്ടേഷൻ കോഴ്സാക്കി മാറ്റി? ഈ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്താൽ പോരെ, എന്തിന് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സാക്കി മാറ്റി? ആൻസർ വളരെ സിമ്പിളാണ്. ട്യൂഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ അവർ സ്കൂളിൽ പഠിക്കുന്ന അതേ കാര്യം വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത് അവർ സ്കൂളിൽ പഠിക്കുന്ന കണ്ടൻറ്റ് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികളിലോട്ടും അവരുടെ ഭാവിയിൽ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷകൾക്കും വേണ്ടിയുള്ള വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ നൽകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണിത്. അത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ 8th, 9th, 10th ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തിരുന്നത്. പക്ഷേ ഈ വർഷം 6th നും 7th നും കൂടി നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കോഴ്സിലോട്ട് എന്ന് വെച്ചാൽ ഈ വരുന്ന അക്കാഡമിക് ഇയറിലോട്ട്, ജൂണിൽ തുടങ്ങാൻ പോകുന്ന, സ്കൂളൊക്കെ ജൂണിലാണ് തുടങ്ങാൻ പോവുക, ആ അക്കാഡമിക് ഇയറിലോട്ട് ഇപ്പോഴേ നമ്മുടെ ഈ ഒരു കോഴ്സിൽ 1000-ലധികം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തു എന്നുള്ള വളരെ വലിയൊരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ 8th, 9th, 10th 1500 സ്റ്റുഡൻസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷത്തെ അക്കാഡമിക് ഇയർ തുടങ്ങാൻ ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ 1000-ഓളം വിദ്യാർത്ഥികൾ ഇപ്പോഴേ ജോയിൻ ചെയ്തു, സ്റ്റിൽ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ അവർ വെറുതെ സ്കൂളിൽ പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആ പഠിക്കുന്ന കാര്യങ്ങളെ വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് കോൺസെപ്ച്വൽ ബേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭാവിയിൽ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷകൾക്കും കൂടി അവരെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ മത്സര പരീക്ഷകളെല്ലാം ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള എൻജിനീയേഴ്സും ഡോക്ടേഴ്സുമാണ് ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും അവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങളിവിടെ കാണാൻ പറ്റും, അജ്മൽ സർ IIT മദ്രാസിൽ നിന്ന് കഴിഞ്ഞ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. IIT മദ്രാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ്. അസീം, എൻ്റെ പേര് തന്നെയാണ്, NIT കാലിക്കറ്റിൽ നിന്നാണ് ഞാൻ പാസ് ഔട്ട് ആയിട്ടുള്ളത്. ഷഫീർ സർ IIT മദ്രാസിൽ നിന്നാണ്. അതുപോലെ ലളിത മാം IIT മദ്രാസ് ആണ്. ദെൻ ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അബ്ഷർ സർ IIT മദ്രാസ് ആണ്. നിയാസ് സർ കുസാറ്റ് ആണ്. ഡോക്ടർ നിയാസ് സർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ്. സിദ്ധാർത്ഥ് സർ NIT കാലിക്കറ്റ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ എൻ്റയർ ടീം എന്ന് പറയുന്നത് IITians-ഉം NITians-ഉം ഡോക്ടേഴ്സുമായിട്ടുള്ള ആളുകളാണ്. ഇവർ തന്നെയാണ് ഇവർക്ക് റെക്കോർഡർ ക്ലാസ്സുകളായിക്കോട്ടെ, ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, മോട്ടിവേഷണൽ സെഷൻസ്, കരിയർ സെഷൻസ്, ഇതിങ്ങനെയുള്ള നമ്മുടെ സ്റ്റുഡൻസിനോട് കണ്ടിന്യൂസ്ലി ഇൻട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആണ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഓൾ ഓവർ ഫ്ലോ നോക്കുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ ഒരൊറ്റയടിക്ക് നിന്ന് ഒരു വീഡിയോയിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് പകരം വളരെ സ്മോൾ കണ്ടൻ്റ് ആയിട്ട് ടോപ്പിക് വൈസ് ആക്കിയുള്ള വീഡിയോസാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കാനും അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അറ്റൻഷൻ പോവാതെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് ഡിസ്ട്രാക്റ്റഡ് ആവാതെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്മോൾ കണ്ടൻറ്റ് റെക്കോർഡ് വീഡിയോസ് എല്ലാ ചാപ്റ്ററിലും ടോപ്പിക് വൈസായിട്ട് അവർക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു 5 minutes 10 minutes വരുന്ന ഒരു വീഡിയോ അവർ കണ്ട് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ
മനസ്സിലാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാൻ പോകുന്നത് അടുത്ത വീഡിയോ അല്ല, അതിന് പകരം ആ കണ്ട വീഡിയോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. ആപ്പിലാണ് അവർ ഈ ഒരു വീഡിയോ കാണുക, അവർ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ആപ്പിൽ തന്നെ അവർ കണ്ടിട്ടുള്ള വീഡിയോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് വരുമെന്നുള്ളതാണ്. ഒരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടല്ല അവർ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ പഠിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ ഒരു ചെറിയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോലും അതിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ തൊട്ടടുത്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ കോൺസെപ്റ്റ് എത്രമാത്രം അവർക്ക് ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും അവർക്ക് ആ വീഡിയോ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ആനിമേഷൻസും അതുപോലെ മറ്റുള്ള ഇല്ലസ്ട്രേഷൻസും ഉപയോഗിച്ചിട്ട് അവർക്ക് കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആക്കുന്ന രീതിയിലാണ് നമ്മുടെ എൻ്റയർ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അവർക്ക് മൊബൈൽ ഫോണിലാവാം, അല്ലെങ്കിൽ ടാബിലാവാം, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, ഇങ്ങനെയുള്ള ഏതൊരു ഡിവൈസിലും ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ സ്റ്റുഡൻസിന് കംപ്ലീറ്റ് റിസോഴ്സുകൾ, ക്ലാസ്സുകൾ, വീഡിയോസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ആപ്പ് ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി അങ്ങനെ അവരതെല്ലാം കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് റെക്കോർഡ് വീഡിയോസ് കണ്ടു, ആപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു, സിമുലേഷൻസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലൈവ് ക്ലാസ്സുകൾ വരും. ഈ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ റെക്കോർഡ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതും ഈ ലൈവ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതും ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ള IITians-ഉം NITians-ഉം ഡോക്ടേഴ്സുമായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഇതേ ഫാക്കൽറ്റി ടീം തന്നെയാണ് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും അവർക്ക് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൽ നിന്ന്, ഞാനിപ്പോൾ കുറച്ച് ഫാക്കൽറ്റീസിനെ കാണിച്ചിട്ടുള്ളൂ, ഇനിയും ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള എക്സ്പേർട്ടായുള്ള ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ പോവാണ്. ഇനി ഈ ലൈവ് ക്ലാസ്സുകൾ ഇത്തരത്തിൽ സൂം വഴിയാണ് ലൈവ് ക്ലാസ്സുകൾ നടക്കുക. സൂമിലൂടെ അവർക്ക് അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് അവർക്ക് ആ സമയത്ത് സൂമിൽ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഇവർ ഈ ക്ലാസ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലുള്ള കണ്ടന്റിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ് ചെയ്തുള്ള കാര്യങ്ങളും കൂടി പഠിപ്പിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ എക്സാം വൈ ലേണിംഗ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് തിയറിയും അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളെല്ലാം വരും. വർക്ക് ബുക്കിൽ മുഴുവൻ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ക്വസ്റ്റ്യൻ ബാങ്കാണ് വർക്ക് ബുക്കുകൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ് 3 ലെവലായിട്ട് ഓരോ സ്റ്റുഡൻറ്റിനും അപ്ഗ്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സൊല്യൂഷൻസ് അടക്കം, ഓരോ ചോദ്യത്തിൻ്റെയും സൊല്യൂഷൻസ് അടക്കം അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വർക്ക് ബുക്കുകൾ കൂടി അതിൻ്റെ കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സയൻസ് ആൻഡ് മാത്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഹൈസ്കൂളിൽ നമ്മൾ അങ്ങനെയാണ് പറയുക. 6 and 7 ആണെങ്കിൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയും. അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽസ് ഇതിൻ്റെ കൂടെയുണ്ട്. ഈ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമല്ല, നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻറ്റിനും ഈ ബുക്സിൻ്റെ കൂടെ തന്നെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വെൽക്കം കിറ്റായിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിൻ്റെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും അവർ തരുന്ന അഡ്രസ്സിലോട്ട്, കേരളത്തിലുള്ള എവിടെയാണെങ്കിലും ആ അഡ്രസ്സിലോട്ട് നമ്മുടെ വെൽക്കം കിറ്റ് കൊറിയറായിട്ട് അയക്കും. അതിൽ ബുക്സ് ഉണ്ടാവും. ബുക്സിൻ്റെ കൂടെ തന്നെ വേറെയും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടീഷർട്ട് പോലെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇവർ ഈ ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീക്കിലി എക്സാമുകൾ ഉണ്ടാവും. നേരത്തെ കണ്ടത് ഓരോ വീഡിയോസിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ എക്സാം അവർക്ക് നടക്കുമെന്നുള്ളതാണ്. ഈ എക്സാമുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സാമുകൾ ഒരു JEE എക്സാമൊക്കെ നടത്തുന്ന പോലെ, അഥവാ NTA നടത്തുന്ന ഓൺലൈൻ എക്സാമുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം എല്ലാ എക്സാമുകളും ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ പോലും ഓൺലൈൻ ആക്കണം എന്നുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഏകദേശം എല്ലാ എക്സാമുകളും ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈനായിട്ട് മാറുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് എക്സാം ഹാളിൽ പോകുന്നതിന് മുന്നേ തന്നെ, +1 +2 എഴുതാൻ പോകുന്ന എക്സാം ആണെങ്കിൽ പോലും അതിന് മുന്നേ തന്നെ ഓൺലൈൻ എക്സാമുകൾ എഴുതി പരിചയം വേണം. അതിൽ നെഗറ്റീവ് മാർക്കുള്ള എക്സാം എഴുതി പരിചയം വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ചിട്ടുള്ള ഒറിജിനൽ എക്സാമിൻ്റെ അതേ ഫോർമാറ്റിൽ, NTA നടത്തുന്ന അതേ ഫോർമാറ്റിലാണ് നമ്മുടെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. ആ എക്സാമുകൾ കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് അവരുടെ അനലിറ്റിക്സ് കിട്ടും. ഏതൊക്കെ ചാപ്റ്റേഴ്സ് അവർ എത്രമാത്രം വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ആപ്പ് ക്വസ്റ്റ്യൻസ് എത്രമാത്രം അറ്റൻഡ് ചെയ്തു, എക്സാമിൽ എത്രമാത്രം അറ്റൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റുഡൻറ്റ് എവിടെയാണ് വീക്കായി നിൽക്കുന്നത്, എവിടെയാണ് സ്ട്രോങ് ആയി നിൽക്കുന്നത്, ഇനി കൂടുതൽ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. കൂടാതെ ഓരോ എക്സാം കഴിയുമ്പോഴും എല്ലാത്തിനും അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും അവർക്ക് പോയിൻറ്റ്സ് കിട്ടും.
അവരൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പോയിന്റ് കിട്ടും, അവർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് കിട്ടും, എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ അതിൻ്റെ പോയിന്റ് കാണിക്കും. ഇങ്ങനെ സ്റ്റുഡൻസിന് കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ എല്ലായ്പ്പോഴും ഒരു ലീഡർ ബോർഡ് ഉണ്ടായിരിക്കും. ഈ ലീഡർ ബോർഡിലാണ് അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അവർക്ക് ടോപ്പിലെത്താൻ പറ്റുക. സോ നമ്മൾ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ കൂടെയുള്ള വലിയ കോമ്പറ്റീഷനിൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അവരുടേക്കാൾ മുന്നിലെത്തണമെങ്കിൽ, അവരെക്കാളും ആ റേസിൽ മുന്നിലെത്തണം എന്നുള്ള ആ ഒരു നമ്മുടെ ഉള്ളിൽ മോട്ടിവേഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ഒരു A+ ഉള്ള 10,000 ആളുകളാണ് കേരളത്തിൽ ഉണ്ടാവുക, A ഉള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരേ ഗ്രേഡുള്ള 10,000 ലക്ഷക്കണക്കിനും ആളുകളുള്ളത് സ്കൂളിൽ എക്സാമിൽ മാത്രമാണ്. കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ, മത്സര പരീക്ഷകളിൽ 1ാമത്തെ റാങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, 2ാമത്തെ റാങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, 3ാമത്തെ റാങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, ഓരോ സ്റ്റെപ്പിലും ഓരോരുത്തരും ഉണ്ടാവുള്ളൂ. ആ റിയാലിറ്റി നമ്മുടെ മക്കൾ മനസ്സിലാക്കണമെങ്കിൽ ഓരോ എക്സാമിനും റാങ്ക് ലിസ്റ്റുകൾ വരണം. അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും പോയിന്റ്സ് വന്നിട്ട് അവർക്ക് ലീഡർ ബോർഡിൽ അവരെ തന്നെ കാണാൻ പറ്റണം, അവരെവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 10,000 കുട്ടികൾ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 5,000 സ്റ്റുഡൻസിന് അവർ എവിടെ എത്തുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൽ ടോപ്പിലെത്താൻ പറ്റി കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കും അൾട്ടിമേറ്റ്ലി കേരളത്തിലെ ടോപ്പറായി മാറാം. അപ്പോൾ അതാണ് നമ്മുടെ ലീഡർ ബോർഡിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇനി ഈ വീക്കിലി എക്സാം കഴിഞ്ഞാൽ പിന്നെ ടേം എക്സാമുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ വീക്കിലി എക്സാം ഓരോ ചാപ്റ്ററിനാണെങ്കിൽ ടേം എക്സാമുകൾ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള എക്സാമാണ്. അങ്ങനെ ടേം എക്സാം കഴിഞ്ഞാൽ എക്സാമിൻ്റെ സ്ട്രാറ്റജീസ് പറയുന്ന, അതിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രാറ്റജീസ് പറയുന്ന എക്സാം റിവിഷൻ ലൈവുകളും എക്സ്ട്രാ അവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു അക്കാഡമിക്സ് പാർട്ട് കംപ്ലീറ്റ് ആവുന്നത്. വെറുതെ ഒരു ആപ്പിൽ ഒരുപാട് വീഡിയോസ് കയറ്റിയിട്ട് കാണുക പറയുക എന്നുള്ളതല്ല, പ്രോപ്പറായിട്ട് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് അവരെ മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു സ്റ്റുഡൻറ്റ് എല്ലായ്പ്പോഴും കംപ്ലീറ്റ്ലി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്തു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, UP ലെവലുള്ള സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, പലപ്പോഴും അവർ ഡീമോട്ടിവേറ്റഡ് ആവും, ചിലപ്പോൾ അവർ ഡിസ്ട്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഇതെല്ലാം സംഭവിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് വിചാരിച്ചിട്ട് നമ്മൾ ഈ കോഴ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ടത് സ്റ്റുഡൻസിനെ എപ്പോഴും ഓൺ ട്രാക്കിലാക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക, അവരെ ഡീവിയേറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മെൻറ്റർഷിപ്പ് സിസ്റ്റം കൊണ്ടുവന്നത്. നമ്മളിതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻറ്റിനും അവർക്ക് ഓരോ പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ മെൻറ്റേഴ്സാണ് അവരെ കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ചെയ്യുക. ലൈവ് ക്ലാസ്സുകളിൽ കയറിയിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് നമ്മളെ ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ വീഡിയോസിനെല്ലാം നമ്മൾ ഷെഡ്യൂൾ കൊടുക്കും. എല്ലാം കൂടെ ആപ്പിൽ കയറ്റിയിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടോളൂ എന്ന് പറയല്ല. ഓരോ ഡേയ്സിലും ഓരോ വീക്കിലും ഏതൊക്കെ ടോപ്പിക്കാണ് കാണേണ്ടത് എന്നുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ കൊടുക്കും. ആ ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ അക്കാഡമിക്സ് കാര്യങ്ങൾ എല്ലാം മോണിറ്റർ ചെയ്യാനും അതിനനുസരിച്ചിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അവർക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. ഈവൻ പാരൻസിന് പോലും അവരുടെ എന്ത് കൺസേൺസും വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഈ മെൻറ്റർഷിപ്പ് ടീം അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മെൻറ്റർഷിപ്പ് ടീം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഒരുപാട് മെൻറ്റേഴ്സ് അടങ്ങുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ആ വീഡിയോസ് കാണാമെന്നുള്ളതാണ്. കൂടാതെ നമ്മൾ പാരൻസിനുള്ള എക്സ്ക്ലൂസീവ് സെഷൻസും കൂടി കൊടുക്കാറുണ്ട്. പാരൻസിന് നമ്മൾ പാരൻറ്റിങ് എങ്ങനെയാണ് വേണ്ടത്, ഒരു അഡൾട്ട് അല്ലെങ്കിൽ നമ്മളൊരു അഡോളസൻസ് പോകുന്ന സ്റ്റുഡൻറ്റിന്, അല്ലെങ്കിൽ നമ്മൾ വളരെ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് പോലെയുള്ള മറ്റ് ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ മറ്റ് അഡിക്ഷൻസ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാരൻറ്റിങ് ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ നയിക്കുന്ന എക്സ്ക്ലൂസീവ് പാരൻറ്റിങ് സെഷൻസും നമ്മൾ എക്സാം വൈ ലേണിങ്ങിലുള്ള ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പാരൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിന് പുറമെ തന്നെ കരിയർ സെഷൻസ്, കരിയർ മാപ്പിംഗ് സെഷൻസ്, മറ്റ് അങ്ങനെയുള്ള ബോർഡ് എക്സാം സമയമാകുമ്പോൾ അതിനുള്ള സപ്പോർട്ടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്നും എക്സ്ട്രാ ആയിക്കൊണ്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ സ്റ്റുഡൻസിനെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എക്സാമുകളിൽ അവർക്ക് ടോപ്പേഴ്സായി മാറാൻ പറ്റുന്നത്. പിന്നെ NTSE എന്ന് പറയുന്നത് മിനി സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നായിരുന്നു. ആ എക്സാമിൻ്റെ സ്റ്റേജ് 1-ൽ 20ഓളം സ്റ്റുഡൻസ് നമ്മുടെ സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സ്കൂളിലുള്ള സാധാ എക്സാമിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് എക്സാമുകളിൽ ഒന്നായ NTSE എക്സാമിൻ്റെ സ്റ്റേജ് 1-ൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ IIT പോലെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി എന്ന് പറയുന്ന ഇന്ത്യയിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ട് നടത്തുന്ന JEE എക്സാമിൽ കേരളത്തിൽ 3rd റാങ്ക് വാങ്ങിയത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ പ്രൗഡോട് കൂടി പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ നീറ്റ് എക്സാമുകളിൽ ഹൈ മാർക്ക് വാങ്ങിക്കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ്റെ ഇമ്പാക്റ്റ് ആണ് +1 +2ൻ്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യാതെ അവർക്ക് ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകളിൽ ടോപ്പേഴ്സായി മാറാൻ പറ്റുന്നു എന്നുള്ളത്. ഇനി
NTSCയുടെ സ്റ്റേജ് 2 കേരളത്തിൽ നിന്ന് 27 സ്റ്റുഡൻസ് മാത്രം സെലക്ട് ചെയ്തപ്പോൾ അതിൽ 2 സ്റ്റുഡൻസ് നമ്മുടെ സ്റ്റുഡൻസ് ആയതും അതിൽ തന്നെ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് IIT മദ്രാസിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒക്കെ ബേസിക് റീസൺ അവർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു, സാധാരണ സ്റ്റുഡൻസ് പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും അഡീഷണൽ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ്. ഇനി സ്കൂളിൽ എക്സാമുകളായാലും ഒബ്വിയസ്ലി സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സിലബസിനും CBSEക്കും സെപ്പറേറ്റ് ബാച്ചുകൾ ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളിൽ എക്സാമുകളിലും നമ്മുടെ സ്റ്റുഡൻസിന് ഹൈ പെർഫോമൻസ് അവർ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന ന്യൂ മാത്സ് എക്സാം എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇപ്പോഴുള്ള NTSC എന്ന് പറയുന്നൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതെല്ലാം ഓരോരോ ഡിഫറെൻറ്റ് എക്സാംസാണ്. ഇത്തരത്തിലുള്ള അനേകം എക്സാമുകളിൽ നമ്മുടെ സ്റ്റുഡൻസ് എക്സൽ ആവാനുള്ള കാരണം, അവർ ബെസ്റ്റ് ആവാനുള്ള കാരണം അവർ നേരത്തെ പ്രിപ്പറേഷൻസ് തുടങ്ങി, അവരുടെ സ്കില്ലുകളെ അവർ കണ്ടെത്തി അത് എൻഹാൻസ് ചെയ്യാനുള്ള പരിപാടികൾ നടത്തി എന്നുള്ളതാണ്. അവരുടെ പാരൻസ് അവർക്ക് അതിന് കൃത്യമായുള്ള വഴി ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. അവരുടെ ഫ്യൂച്ചറിലോട്ട് എന്താകണം എന്നുള്ള ഒരു ആൻസർ അവരിൽ നിന്ന് വരാത്തൊരു ഇഷ്യൂ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തിട്ട് എനിക്ക് ഇന്ന ഫീൽഡിലാണ് പോവേണ്ടത്, ഇതാണ് എൻ്റെ താല്പര്യം, എനിക്ക് ഈ ഒരു കരിയറിൽ എത്തിപ്പെടണം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ നമ്മുടെ മക്കൾ തന്നെ പ്രാപ്തരാകുന്ന രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളിലോട്ട് തള്ളിവിടുക എന്നുള്ളതല്ല, അവരുടെ അഭിരുചി മനസ്സിലാക്കിയിട്ട് ആ ഏരിയയിലോട്ട് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് വളരെ കുറഞ്ഞ സമയത്തിനകത്ത് നമ്മൾ അതിൻ്റെ സീറ്റുകൾ ക്ലോസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഏപ്രിൽ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. CBSEയുടെ 10th CBSEയുടെ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇനി സ്റ്റേറ്റിൻ്റെ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ 9th 8th ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാർച്ചിലാണ് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ CBSEയുടെ 10th CBSEയുടെ ഫസ്റ്റ് ബാച്ച് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ഏപ്രിലോട് കൂടി തന്നെ 9th അതുപോലെ 8th നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. മെയ് ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ 6th and 7th ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ അഡ്മിഷൻസ്, ഓരോ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ്. കാരണം ലേറ്റായി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോലെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്മിഷൻസ് ഈ ഓരോ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലും അല്ലെങ്കിൽ ലിങ്ക് വഴിയൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ താഴെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള സ്കില്ലുകളെ, നമ്മുടെ മക്കൾക്കുള്ള കഴിവുകളെ അത് കാണാതെ നമ്മൾ പോകരുത്. അത് എൻഹാൻസ് ചെയ്യാണ് വേണ്ടത്, അത് ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും അവരുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന കഴിവുകളെ. പക്ഷെ അത് നമ്മൾ ഒരു സാധാരണ പോലെ എല്ലാവരെയും പോലെ നോർമൽ സ്റ്റുഡൻറ്റിനെ പോലെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഒരു കാലത്തും എക്സ്പോസ്ഡ് ആവാതെ അവിടെ കിടക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു പിന്തുണ അത് പിന്നീട് വലിയ ചേഞ്ചസിലോട്ടാണ് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയുക. സോ താങ്ക് യു സോ മച്ച്.